നാരായണ നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കനിവില്ലേ കാർവർണ്ണ, കനിവില്ലേ കാർവർണ്ണ, കാമ്യരൂപനേ കണി കാണാൻ കാത്തിരിപ്പു ഞാൻ കൂപ്പു കൈയുമായി. കനിവില്ലേ കാർവർണ്ണ, കനിവില്ലേ കാർവർണ്ണ, കാമ്യരൂപനേ കണി കാണാൻ കാത്തിരിപ്പു ഞാൻ കൂപ്പു കൈയുമായി. കനിവില്ലേ കാർവർണ്ണ. നിൻ കളകോമള വേണുവിൻ ഗാനമാധുരി, നിൻ കളകോമള വേണുവിൻ ഗാനമാധുരി, എൻ കരളിൽ കുളിരേകുവാൻ കാലമാകുകിൽ മഹനീയം ജീവിതം, മഹനീയം ജീവിതം. മാമനോജ്ഞമായി മഹിങ്കൽ മാത്ര കൊണ്ടു ഞാൻ മുക്തിപാത്രമായി. കനിവില്ലേ കാർവർണ്ണ, കനിവില്ലേ കാർവർണ്ണ, കങ്കണനൂപുര കിങ്കിണി സങ്കുലധ്വനി, കങ്കണനൂപുര കിങ്കിണി സങ്കുലധ്വനി, എൻ കരതാളലയത്തിൽ നീ ഒന്നു ചേർക്കണേ. കനിവില്ലേ കാർവർണ്ണ, കനിവില്ലേ കാർവർണ്ണ, കാമ്യരൂപനേ കണി കാണാൻ കാത്തിരിപ്പു ഞാൻ കൂപ്പു കൈയുമായി. കനിവില്ലേ കാർവർണ്ണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ വാസുദേവം പരം ഗുരും. കമനീയ കിശോരമുഗ്ധമൂർത്തേഃ കളവേണുക്കൊണിതാദൃദാനനെന്തോഃ മമ വാചി വിജൃംഭതാം മുരാരേർമധുരിംണ കണികാപി കാപി കാപി. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഗുരുഭ്യോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഭാഗീശാദ്യാ സുമനസാ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ
തം നമാമി ഗജാനനം ഗംഗണപതയേ നമഃ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് ഭാഗവതത്തിൽ ഗോവർദ്ധനോദ്ധാരണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമുക്ക് സ്മരിക്കേണ്ടതായിട്ടുള്ള വിഷയം. ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ലീലകൾ, അത് എത്ര ഗംഭീരാണ്, എത്രയാണ് അതിൻ്റെ മനോഹാരിത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കഥകളിൽ കൂടിയിട്ടും അതിങ്ങനെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ രാസലീല പറയണത് കേട്ടു. ഭഗവാന്റെ ഏത് കഥകളുടെ മാഹാത്മ്യങ്ങളും കുറേ പറഞ്ഞങ്ങോട്ട് നിർത്തുക എന്നല്ലാണ്ട് അത് കഴിഞ്ഞിട്ടല്ല നിർത്തണത് എന്നർത്ഥമാണ്. അതിൻ്റെ മാധുര്യം അത് അങ്ങനെയാണ്. നമ്മൾ കേട്ടില്ലേ, ഒരേ സമയം ആനന്ദിപ്പിക്കുകയും ചെയ്യും, അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. യശോദമ്മയോടൊക്കെ ഉള്ള പെരുമാറ്റം, ഒരു കയറെടുത്ത് കെട്ടാൻ പോയതാ. എന്താ കാരണം? ഇങ്ങനെ വികൃതി കാണിച്ചാൽ എങ്ങനെയാ ശിക്ഷിക്കാണ്ടേ? തായാട്ടു കാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം എന്നൊക്കെയാണ് ഗോപസ്ത്രീകൾ വന്നിട്ട് യശോദമ്മയെ ഉപദേശിക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുമെങ്കിലും വേണ്ടേ, തൻ്റെ ഉണ്ണിയെ താൻ രക്ഷിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ടാണ് ഒരു കാരണം വെച്ച് കെട്ടാൻ പുറപ്പെട്ടത്. തൻ്റെ തന്നെ തൈർക്കലം ഉടച്ചു. എന്നിട്ടും യശോദ നീ ഒന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കില്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഗോപസ്ത്രീകൾ എപ്പോഴും ഉണ്ടാവും, ഗോപസ്ത്രീകൾ അവിടെ. എന്നാൽ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പേരിന്. എന്നാൽ പിന്നെ വേദനയാവൂല, അങ്ങോട്ട് ഒന്നയച്ച് കെട്ടിക്കൊടുത്താൽ ഇവിടെ നിന്ന് കളിച്ചോളൂല്ലോ, എങ്ങോട്ടും പോവൂല എന്നൊക്കെ സമാധാനിച്ചിട്ടാണ് ഒരലമ്മിൽ കെട്ടാൻ പുറപ്പെട്ടിരിക്കണത്. എത്ര മനോഹരമായിട്ടാണ്, എത്ര അത്ഭുതമായിട്ടാണ്. ഭഗവാൻ രൂപം വലുതാക്കിയോ? ഏയ്, ആ ഉണ്ണിക്ക് പാവം 2-2.5 വയസ്സുള്ള ഉണ്ണിക്ക് അതേ പ്രായം. ഗുരുവായൂർ ആ ചുമരമ്മിൽ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരലും വലിച്ചെത്തിനാനത്തലോടെ എന്നുള്ള ആ ചിത്രം, ആ യമളാർജുന ഭഞ്ജനം എന്നുള്ള ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. എത്ര ചെറിയ ഉണ്ണിയാ! അപ്പോൾ തൻ്റെ രൂപത്തിനൊരു മാറ്റമില്ല. വാമനാവതാരത്തിൽ വലിയ രൂപമെടുത്തിട്ടാണ് പാദങ്ങളെ കൊണ്ട് ത്രൈലോക്യം മുഴുവൻ അളന്നെടുത്തിരിക്കുന്നത്. കൃഷ്ണാവതാരത്തിൽ കുറച്ചും കൂടി അത്ഭുതമായി. എന്ത്? രൂപം വലുതാക്കാണ്ട് ആ ചരട്, എത്ര ചരടെടുത്ത് കെട്ടിയാലും ഭഗവാനെ കെട്ടാൻ പറ്റില്ല. യശോദമ്മ, സജ്ജനങ്ങൾ എന്താ പറയുകയെന്നോ, യശോദമ്മ ചേർക്കണ ചരടുകൾക്കൊരു കണക്കൊന്നുമില്ല. ഇതുകൊണ്ടും തകഞ്ഞില്ലേ, ഞാൻ വേറെ ഒന്നും എടുത്തുകൊണ്ടിരുമോ? അപ്പോൾ ഗോപസ്ത്രീകൾ നല്ല സഹായമായിട്ട് ചെയ്തു കൊടുക്കും. യശോദയ്ക്ക് കയറ് വേണോ? ഞാൻ തരാമല്ലോ. എന്താ കാരണം? അവർക്ക് ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല. നമ്മൾ പറയണ കേട്ടില്ലേ എന്നല്ലേ, മുറിയിലിട്ട് അടച്ചു പോന്ന അവിടെ സ്വന്തം മകനായിരിക്കും. അതുമല്ല തമാശ. ഒരു ദിവസം ഒരു ഗോപി പറയാൻ തുടങ്ങിയ, ബാലലീല പറയാൻ തുടങ്ങിയ ഓരോന്നും ഓർമ്മ വരും. അപ്പോൾ അതൊരു എത്രയായാലും അങ്ങനെയാണല്ലോ ഭഗവാന്റെ കഥകൾ. ഒരു ദിവസം ഒരു ഗോപി പിന്നെ പിടിച്ചിട്ട് എന്നാൽ ഇനി അറയിലിട്ട് അടച്ചിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ട, ചെറിയ ഉണ്ണിയല്ലേ, അറയിലിട്ട് അടച്ചാൽ വയ്ക്കുമോ, എന്നാൽ കയ്യോടെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ആ ഉണ്ണിയെ എടുത്ത് കഴുത്തിൽ വെച്ച് പിന്നെ നന്ദഗൃഹത്തിലേക്ക് വരിക. അപ്പോൾ വരണ വഴിക്ക് നന്ദഗോപുരമുണ്ട് അത്രേ, അങ്ങോട്ട് പോണു. അപ്പോൾ കണ്ടപ്പോൾ വളരെ ലജ്ജയായി. തൻ്റെ സാരി കൊണ്ട് മുഖമൊക്കെ മറച്ച് ആ ഗോപസ്ത്രീ വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് ഒരരിക് പറ്റി നടന്ന് യശോദമ്മയുടെ അടുത്ത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ആ സ്ത്രീ അത്ഭുതപ്പെട്ടു എന്നാണ്. എന്താ അത്? യശോദമ്മയുടെ മടിയിലുണ്ട് ആ ഉണ്ണി ഇരിക്കണു, ശ്രീകൃഷ്ണൻ ഭഗവാൻ ഇരിക്കണു എന്ന് തന്നെയല്ല, ഭഗവാനെ നല്ലോണം കാണുന്നതിൻ്റെ മുമ്പേ യശോദ ചോദിക്കുക, ഇന്ന് എങ്ങടാ മകനെയൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ട് നീ പോണേ എന്ന്. മകനെ എടുത്ത് തലയിൽ വെക്ക്, ഞാൻ കൃഷ്ണനെയാണല്ലോ തലയിൽ വെച്ച് വന്നത് എന്നാ ഗോപസ്ത്രീ. പിന്നെ എന്തെങ്കിലും യശോദമ്മോട് പറയാൻ പറ്റുമോ? പറയണേന് അവിടെ പ്രസക്തി ഉണ്ടോ? എങ്ങനെയാ ഭഗവാനെ കണ്ട പാത്രങ്ങളൊക്കെ തല്ലിയുടച്ച്, നമ്മൾ ഇന്നലെ അതൊരു ലേശേ സൂചിപ്പിച്ചേ ഉള്ളൂ.
എന്താ അത്? കുട്ടികൾ ഉറങ്ങണ കണ്ടാൽ സഹിക്കില്ല ഭഗവാന്. ആഹാ, ഇന്ന് എനിക്ക് ഒന്നും കക്കാനോ പാത്രം ഒന്നും ഉടയ്ക്കാനോ സാധിച്ചില്ല. ഗോപസ്ത്രീകൾ കരുതിയിരുന്നു. എന്നാൽ ഞാനും ഒന്ന് കരുതണമല്ലോ. എങ്ങനെയാണ് കരുതിയത്? പാവം ആ ഗോപസ്ത്രീയുടെ കുട്ടി തൊട്ടിൽ കിടന്നുറങ്ങുണ്ടായിരുന്നു. അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ടേ നല്ലോണം തൊടയമ്മ പിടിച്ചൊരു തിരുമ്പ് അങ്ങോട്ട് കൊടുത്തു എന്നാണ് പറയുക. പിന്നെ അന്നത്തെ ദിവസം വായ കൂട്ടുമോ? ഈശ്വരാ, മതിയായി ആ ഗോപസ്ത്രീക്ക്. ഇങ്ങനെയാണ് ഓരോരോ കഥകൾ. അത് കഴിഞ്ഞിട്ടോ, അത് ആ കാലത്ത് അതിൻ്റെ മാധുര്യം അപാരാണ്. അത് കഴിഞ്ഞ് കളികൾ തുടങ്ങിയപ്പോഴോ ഗോപന്മാർ അവരുടെ അനുഭവങ്ങൾ ഭഗവാനോട് വന്ന് പറയാൻ തുടങ്ങിയാൽ വൈകുന്നേരമായി അത് കേൾക്കാൻ വേണ്ടി ഗോപസ്ത്രീകൾ ഒരുങ്ങിയിരിക്കും. അതാണ് പോരാ, അത് കേൾക്കാൻ വേണ്ടി ഇവിടെയല്ല ഒരുങ്ങിയിരിക്കണത്. ഭഗവാൻ വരുമ്പം തന്നെ ഭഗവാന് അറിയാം ഗോപസ്ത്രീകൾ കാത്തിരിക്കുകയാണെന്ന്. അപ്പോൾ അവിടുന്ന് വരുമ്പോഴേ ഓടക്കുഴൽ വിളിച്ചും കൊണ്ടാണ് വരിക. അപ്പോൾ ആ വഴിയുടെ 2 ഭാഗവും ഗോപസ്ത്രീകൾ വന്ന് കാത്തു നിൽക്കുന്നതാണ്. ഉത്സവകാലത്തൊക്കെ അങ്ങനെയാണല്ലോ. ഭഗവാന്റെ എഴുന്നള്ളിപ്പോൾ പുറത്തൊക്കെ അങ്ങോട്ട് നിന്നാൽ എന്താ ഒരു തിരക്ക്. അതിൻ്റെ ഇടയിൽ കൂടി നടന്ന് ഭഗവാനെ ഒന്ന് കാണാൻ എല്ലാവർക്കും സാധിക്കില്ല. അതല്ലേ തിരക്ക്. ഇതേപോലെയാണ് ഇന്ന് തുടങ്ങി അന്ന് തുടങ്ങി എന്ന് പറയുകയാണ്. അപ്പോൾ അവരെയൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് അങ്ങനെ സാകം വിജഹ്രു കൃത പുണ്യപുഞ്ജാഹ വേദവ്യാസൻ ശ്രീശുഖബ്രഹ്മഋഷി പറയണു. ഓ പരീക്ഷിത്ത് മഹാരാജാവേ, ഒന്ന് നോക്കൂ ആ ഗോപന്മാരെ എന്നാ പറയണത്. എന്താ അപ്പം അവർക്കൊരു പേര് പറയുക? കൃത പുണ്യപുഞ്ജാഹ. പുണ്യം ഇങ്ങടെ ഉടലെടുത്ത് വന്നതാണോ എന്ന് തോന്നും. അല്ലെങ്കിൽ ഈ സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ ഒപ്പം ആഞ്ഞം മാധവൻ നമ്പൂതിരിയൊക്കെ പറയുക സച്ചിദാനന്ദ കട്ട എന്നാ പറയുക. സ്വർണ്ണക്കട്ടയെ എന്നൊക്കെ വിളിക്കില്ലേ നമ്മൾ കുട്ടികളെ? ഒരു പഴയ പേരാട്ടോ. ഇപ്പം അതൊന്നുമില്ല. പണ്ടൊക്കെ അങ്ങനെയാണ് വിളിക്കുക, സ്വർണ്ണക്കട്ടയെ എന്നാ വിളിക്കുക. അപ്പം അതേമാതിരി ഇത് വെറും സ്വർണ്ണക്കട്ടയല്ല, അത് സച്ചിദാനന്ദ കട്ടയാണ്. അതാണ്. അങ്ങനെയുള്ള ആ സച്ചിദാനന്ദ കട്ടയുടെ ഒപ്പം ഗോപന്മാരെ എത്ര സ്വാതന്ത്ര്യമായിട്ടാണ് കളിക്കണത്. എങ്ങനെ വേണമെങ്കിൽ ഭഗവാനോട് പെരുമാറാം. കഴുത്തിൽ കൈയിട്ട് നടക്കുകയോ കൈ കോർത്ത് പിടിച്ച് കളിക്കുകയോ നമ്മൾ കേട്ടില്ലേ ആ കുട്ടികളുടെ ഒപ്പമുള്ള കളി ഭഗവാന്റെ ഒപ്പം. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴോ അപ്പോൾ ആദ്യം അമ്മയെ അനുഗ്രഹിച്ചു, ഗോപന്മാരെ അനുഗ്രഹിച്ചു, വരണതായിട്ടുള്ള അസുരന്മാരെയൊക്കെ അനുഗ്രഹിച്ചു. ഓരോരുത്തർക്കും ഓരോ തരം സമ്മാനമാണ് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ചോദ്യമില്ല. ഭഗവാന്റെ സമ്മാനമാണൊക്കെ. ഇനിയിപ്പോൾ ആ ഗോപസ്ത്രീകളുടെ അനുഗ്രഹം, അവർക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ കേട്ടില്ലേ? അവർ ചോദിച്ച് മേടിച്ചതാണ്. ഗോപന്മാർക്ക് പിന്നെ ചോദിച്ച് മേടിക്കാൻ അറിയില്ല. ഗോപസ്ത്രീകൾ കുറച്ചും കൂടിയും വലുതായില്ലേ. അപ്പോൾ അവർ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, ഇങ്ങനെ നിസ്സാര കാര്യം കൊണ്ടൊന്നും ഞങ്ങൾക്ക് തൃപ്തിയാവുകയില്ല, കാരണം ഞങ്ങൾ പഠിച്ചു എന്നാണ്. എന്താ അത്? ഭഗവാനാണ് എല്ലാ തരത്തിലും പതിയായിട്ട് ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള ആൾ എന്ന് ഞങ്ങൾ പഠിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി. അല്ലേ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ പറ്റണ ആളാണ് ഭർത്താവ്. അല്ലാണ്ട് വെറുതെ നോട്ടീസ് എഴുതി വെച്ചിട്ട് ലിസ്റ്റ് എഴുതി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എല്ലാ ആപത്തിൽ നിന്നും ഭരിക്കണം, അവരെ രക്ഷിക്കണം, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം. അതാർക്കേ കഴിയണുള്ളൂ? അത് ഭഗവാനേ കഴിയണുള്ളൂ. പിന്നെന്തിനായി വേറൊരാളെ ഭർത്താവാന്ന് പറയണത്? ഭഗവാൻ അത് ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തി തന്നു. സാക്ഷാൽ ഈശ്വരൻ മാത്രമാണ് എല്ലാവരുടെയും ഭർത്താവായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറയണ കേട്ടില്ലേ? നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകൾക്കുള്ള അനുഗ്രഹം ഇങ്ങനെ ഏതൊക്കെ തരത്തിലാണ്? ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ അതാ പറയണത്. ഏവം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ. എല്ലാ തരത്തിലും ഏവം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ. ഏതൊക്കെ തരത്തിലാണോ ഭഗവാനെ സ്നേഹിച്ചിരിക്കുന്നത് ആ ഭാവത്തിൽ കൂടി വന്നവർക്കൊക്കെ ഭഗവാൻ അതാത് അനുഗ്രഹം കൊടുത്തു ഇല്ലേ? ഇപ്പം കിഴക്കേ ഗോപുരത്തു കൂടി തൊഴാൻ വരണവർക്കും പടിഞ്ഞാറേ ഗോപുരത്തു കൂടി തൊഴാൻ വരണവർക്കും തെക്കും വടക്കും ഇതിനൊക്കെ ഗോപുരം വെച്ചത് അതിനാ. നമുക്ക് ഏതൊക്കെ ഭാവങ്ങളാണ് ഭഗവാൻ തന്നിരിക്കണത്? നിങ്ങൾ ഏത് ഭാവത്തിൽ കൂടി വേണമെങ്കിൽ വന്നോളൂ കേട്ടോ. ഇന്ന് ഭാഗവതം പ്രത്യേകിച്ചും ദശമസ്കന്ധം നമ്മളെ ഓർമ്മിപ്പിക്കണു. അപ്പോൾ അതാണ് ഏവം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ. ഓരോ ഭാവത്തിലും തദയം അവതാരോ ജയതി തേ എന്ന ഭട്ടതിരിപ്പാട്. എല്ലാ അവതാരം കൃഷ്ണാവതാരം പോലെ
ഇങ്ങനെ ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു അവതാരം ഗുരുവായൂരപ്പ പറയാലോ? ഇല്ല കേട്ടോ എന്ന് ഭട്ടതിരിപ്പാട് ആ സന്തോഷം പറയുന്നുണ്ട് നാരായണീയത്തിൽ. എന്താ അത്? മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതോ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോൽക്കർഷി തദയമവതാരോ ജയതി തേ. എന്താ പിന്നെ ശ്രീ ശുകബ്രഹ്മർഷിയും പറയുന്നുണ്ട്, എല്ലാ ദേവന്മാരെയും ജയിച്ച ഒരവതാരം വേറല്ല. ഭട്ടതിരിപ്പാട് പിന്നെ അതിൽ കാമദേവൻ്റെ കഥ മാത്രം, അല്ലെങ്കിൽ ഭാഗവത്തിലുള്ള ശ്ലോകത്തിൽ കാമദേവൻ്റെ കഥ മാത്രം പറയണില്ല. അത്ര നിസ്സാരനാ കാമദേവൻ എന്ന് വിചാരിച്ചിട്ടാണോ നിശ്ചല. അയാൾ വലിയ കാര്യമാണ്, കേമനാണ് അച്ചു ഭഗവാന്റെ അടുത്ത് വന്നാലും. അനങ്കൻ എന്നാണല്ലോ പേര്. ഒരു ശരീരം കൂടി ഇല്ലാത്ത ആളാ കാമൻ. പിന്നെ എന്തിനു കൊള്ളാം എന്ന് പറയണ പോലെയാണോ നിശ്ചല്യം. അതാണ് എല്ലാ ദേവന്മാരെയും നമ്മൾ കേട്ടുല്ലോ. മുഹുസ്താവച്ഛക്രം, അതാ കഥയാണ് നമ്മൾ കേൾക്കാൻ പോണത്. ദേവേന്ദ്രനെ ജയിച്ച കഥ. എന്നാ ആരോടെങ്കിലും യുദ്ധത്തിന് പോയോ ഭഗവാൻ? ഏയ്, എല്ലാവരും ഇങ്ങോട്ട് വന്ന് അവസാനം തൊഴുത് നമസ്കരിച്ച് പോവുക. പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. ദേവേന്ദ്രൻ്റെ ഒരു കേമത്താതാ. ഒരിക്കലൊന്നുമല്ല, ഒരിക്കൽ ഉള്ള ആ അനുഭവം കൊണ്ടൊന്നും പഠിക്കണേ ഇല്ല ദേവേന്ദ്രൻ എന്നാണ്. മുഹുസ്താവച്ഛക്രം വരുണമജയോ നന്ദഹരണേ. ഇനി നമ്മൾക്ക് കേൾക്കാം. നേരത്തെ രാസലീല പറഞ്ഞു കഴിഞ്ഞ അതിൻ്റെ ശേഷമാണ് പറയണത്. നന്ദഗോപരെ കൊണ്ടുപോയി വരുണഭൃത്യന്മാർ അറിയാണ്ട് കൊണ്ടുപോയതാ. ഈ ദേവേന്ദ്രൻ്റെ മാതിരി അഹങ്കാരം കാണിച്ചൊന്നുമല്ല വരുണൻ. അവിടെ ചെന്ന് വരുണയെ അനുഗ്രഹിച്ചു. വരുണനുണ്ടായി ഒരു സന്തോഷം. ഈശ്വര, അവിടുത്തെ ഒന്ന് കാണാനും പൂജിക്കാനും, അവിടുത്തെ അച്ഛനോടുകൂടി അവിടുത്തെ പൂജിക്കാൻ കഴിഞ്ഞുല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ആ വരുണൻ പൂജിക്കണില്ലേ. വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതോ. ഗുരുനാഥൻ്റെ പുത്രന് എന്താ ഒരു ഗൗരവം! എത്രയാന്ന് പ്രായം? 11-11.5 വയസ്സേ ആയിട്ടുള്ളൂ. 11 തിരുവയസ്സ് കഴിഞ്ഞപ്പോഴാണ് അത്രേ അവിടുന്ന് മധുരയിലേക്ക് എഴുന്നള്ളിയത്. അപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് സാന്ദീപനിയുടെ അടുത്ത് ഒരു 11.5 വയസ്സ് കൂട്ടാൻ കഷ്ടിച്ച് കുറച്ച് ദിവസം വിദ്യാഭ്യാസം കൂടിയും കഴിഞ്ഞപ്പോഴേക്ക് അല്ലേ ലീലാമനുഷ്യ ഹേ വിഷ്ണു യുവയോ കരവാമക്കിം എന്ന് ആ ധർമ്മരാജാവ് ചോദിച്ച സമയത്ത് എന്ത് ഗൗരവത്തിലാണ് പറഞ്ഞിരിക്കണത്. ആ ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുവരൂ, വേറെ ഒന്നും ആലോചിക്കണ്ടെന്ന്. വല്ല പ്രാരബ്ധം ഉണ്ടോ എന്ന് പറഞ്ഞാൽ പറയാൻ തന്നെ ഇട കൊടുത്തില്ല. കൊണ്ടുവരൂ ഗുരുവിൻ്റെ പുത്രനെ എന്നാണ്. ഈ കൃഷ്ണാട്ടംകളിയിൽ കാണാതെ വളരെ രസമായിട്ട് 2 ചെറിയ കുട്ടികൾ ശ്രീകൃഷ്ണനും ബലരാമനും. എന്താ ധർമ്മരാജാവിൻ്റെ ഒരു രൂപത്തിൻ്റെ വലിപ്പം, വലിയ മുഖമൊക്കെ അങ്ങനെ വെച്ച് ഈ കുട്ടികളുടെ മുമ്പിൽ അങ്ങനെ തൊഴുത് നിൽക്കണ കണ്ടാൽ നമുക്ക് അപ്പം അങ്ങോട്ട് വീണ് നമസ്കരിക്കാൻ തോന്നും. ആ ശ്രീകൃഷ്ണനെയും ബലരാമനെയും അത്ര മനോഹരാണ്. അപ്പം എന്താ പറയണത്? അങ്ങനെ യമനെ ബാലാനീതോ ദവദഹനപാനേ നിലസഖം, അഗ്നിപാനം ചെയ്ത് ഗോപന്മാരെ രക്ഷിച്ചപ്പോൾ എത്ര പ്രാവശ്യം ആ സമയത്ത് അഗ്നിദേവനെ ജയിച്ചു. വിധിം വത്സസ്തേയെ നമ്മൾ കേൾക്കാൻ പോണു. കേട്ടുല്ലോ, കുറച്ച് കേട്ടു ആ ബ്രഹ്മാവിനെ ജയിച്ച കഥ. അപ്പോൾ വിധിം വത്സസ്തേയെ ഗിരിശമിഹ ബാണസ്യ സമരേ. സാക്ഷാൽ മഹാദേവൻ ബാണാസുരനെ രക്ഷിക്കാൻ വേണ്ടി മഹാദേവന് നിൽക്കേണ്ടി വന്നപ്പോൾ അവിടെ വെച്ച് മഹാദേവനെ ഏവം കൃഷ്ണാവത വിഭോ വിശ്വോൽക്കർഷി തദയം അവതാരോ ജയതി തേ. ഹോ, ഇങ്ങനെ ഒരു അവതാരം ഗുരുവായൂരപ്പ വേറെ കാണാൻ പറ്റില്ല കേട്ടോ. എത്ര പറഞ്ഞാലാ മതിയാവുക അതിൻ്റെ ഒരു ഉത്കർഷം, ഒരു മാഹാത്മ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരത്തിൽ ദേവേന്ദ്രനെ ജയിച്ച കഥ എന്താ? അത് 8 വയസ്സ് കഷ്ടിച്ച് പ്രായം പറയാം. അപ്പോൾ ഭഗവാന് അത്രയേ ഉള്ളൂ. വൃശ്ചികമാസത്തിൽ ഏകാദശി, വെളുത്ത ഏകാദശിക്കാണ് ഗോവിന്ദാഭിഷേകം ഉണ്ടായത് എന്നൊക്കെ പറയൂലോ. ഏതായാലും ആ കഥ ഭഗവാനപി തത്രൈവ ബലദേവേന സംയുത
ആ ഗോപസ്ത്രീകളെ അനുഗ്രഹിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് പിന്നെ വരം കൊടുത്തു. അടുത്ത് വരണതായിട്ടുള്ള ശരൽക്കാല രാത്രികളിൽ നിങ്ങളുടെ മോഹം ഞാൻ സാധിപ്പിച്ചോളാം എന്നവരെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. അങ്ങനെ കാട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വൃന്ദാവനത്തിലെത്തിയ സമയത്ത് അവശ്യം നിവസൻ ഗോപാൻ ഇന്ദ്രയാഗ കൃതോദ്യമാൻ, അവിടെ യാഗത്തിന് പുറപ്പെട്ടിരിക്കണമെന്നാണ്. ഗംഭീരമായിട്ട് ഹേയ് എന്താ അത്രയ്ക്കൊക്കെ അധികം സാധനങ്ങൾ വട്ടം കൂട്ടി വെച്ചിരിക്കണത്? പ്രശ്രയാവന്നതോ പൃച്ഛൽ, വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛാ കഥ്യതാമേ പിതക്കോയം സംഭ്രമോവ ഉപാഗത, എന്താ അച്ഛാ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങൾ, എന്തോ കാര്യമായിട്ട് പുറപ്പെട്ട പോലെ ഉണ്ടല്ലോ, എന്താ സംഗതി എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, അത് ഉണ്ണി എന്നോട് പറയാമെന്നുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി പറഞ്ഞപ്പോഴാണ് നന്ദഗോപുര പറയണത്, അത് ഉണ്ണി പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ല. പർജന്യോ ഭഗവാൻ ഇന്ദ്രോ മേഘാസ്തസ്യാത്മമൂർത്തയ, മേഘങ്ങളുടെ അധിപതി ദേവേന്ദ്രനാണല്ലോ. അപ്പോൾ ആ ദേവേന്ദ്രൻ വേണ്ട പോലെ മഴ പെയ്യിച്ചാലല്ലേ നമുക്ക് ഈ പിന്നെ നമ്മളുടെ പശുക്കൾ കൃഷി ഒക്കെ വേണ്ട പോലെ നടക്കുള്ളൂ. നമ്മളുടെ ഏറ്റവും ഈശ്വരൻ തന്നെ, നമ്മളുടെ സ്വത്ത് എന്ന് പറയുന്നത് പശുക്കളാണ്. പശുക്കൾക്ക് വെള്ളവും പുല്ലും ഒക്കെ വേണ്ട പോലെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മഴ വേണ്ട പോലെ കിട്ടണ്ടേ? ആ മഴയുടെ അധിപൻ, മേഘത്തിൻ്റെ അധിപൻ ദേവേന്ദ്രനാണ്. അതുകൊണ്ട് ആ ദേവേന്ദ്രനെ പൂജിക്കുക, അതാണ് ഉദ്ദേശം, നമ്മൾ ചെയ്യാറുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വളരെ ഗംഭീരമായിട്ട് ചോദിക്കുന്നുണ്ട്. എന്താ കാരണം? കർമ്മണ ജായതേ ജന്തു കർമ്മണ ഇവ വിലീയതേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ പാരമ്പര്യമായിട്ട് ചെയ്യണതാണോ അല്ല ഒരു പ്രത്യേക ഉദ്ദേശം വെച്ച് ചെയ്യണതാണോ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യണതാണ്. നമ്മൾ അത് പാരമ്പര്യമായിട്ട് ചെയ്യണതുകൊണ്ട് വേണ്ട സമയത്ത് അത് ചെയ്താലല്ലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, അതൊക്കെ വെറുതെയാണ്. കാരണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതൊന്ന് ആലോചിക്കണം. ഈ പാരമ്പര്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞില്ലേ, പിന്നെ പൂച്ചയെ കെട്ടിയിട്ട് ശ്രാദ്ധ കുട്ടി എന്നൊക്കെ കഥ പറയാറുണ്ട്. ഈ പാരമ്പര്യമായിട്ട് ചെയ്യണത് ചിലപ്പോൾ ആചാരമായിട്ട് അത് അന്ധമായിട്ടുള്ള ആചാരമായിട്ട് മാറും. അപ്പോൾ ആലോചിക്കണം ഇത് ചെയ്യണത് ശരിയാണോ എന്ന്. പിന്നെ അച്ഛൻ പറയണതിന് എന്താ അർത്ഥം? അച്ഛൻ ഇതുവരെ ഇപ്പം എത്ര കാലമായി പിന്നെ ദേവേന്ദ്രനെ യാഗം ചെയ്യണു? കണ്ടിട്ടുണ്ടോ ദേവേന്ദ്രനെ? അങ്ങനെ കാണുമൊന്നുമില്ല ഉണ്ണി ഈശ്വരന്മാരെ. ഓ ശരി, ഇങ്ങനെ കാണാത്ത ഒരു ഈശ്വരന് വേണ്ടിയിട്ട് എന്തിനാ കർമ്മം ചെയ്യണത്? കാണുന്നതായിട്ടുള്ള ഈശ്വരന്മാരുണ്ടല്ലോ നമുക്ക്. ആവട്ടെ, നമ്മൾ കർമ്മം ചെയ്തിട്ടാണ് നമുക്ക് മഴ കിട്ടണത് എന്ന് അച്ഛൻ വിശ്വസിക്കണു പറഞ്ഞു. ഈ അപ്പം നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് മാത്രമായിട്ട് മഴ കിട്ടുമോ? അതോ കാട്ടിലുള്ള വൃക്ഷങ്ങൾക്കും ഈ കർമ്മം ചെയ്യാത്തവർക്കും മഴ കിട്ടുമോ? ഉണ്ണി അങ്ങനെയൊക്കെ ചോദിച്ചാൽ അപ്പം എന്താ പറയുക? അതൊക്കെയാണ് ആലോചിക്കേണ്ടത്. പിന്നെ നമ്മൾ കർമ്മം ചെയ്താൽ മാത്രമേ ഫലം തരുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതെന്തൊരു ഈശ്വരനാ? അതെ, അങ്ങനെയുള്ളവരൊന്നും ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. എന്താ, ആരാണ് നമുക്ക് വേണ്ടത് ചെയ്തു തരണത് അവരെ സന്തോഷിപ്പിക്കുക, അതാണ് വേണ്ടത്. നനപുരോജനപദാന ഗ്രാമാന ഗൃഹാവയം നിത്യം വനൗകസസ്താത വനശൈല നിവാസിന. നമ്മളെവിടെയാണ് താമസിക്കണത്? നമ്മൾ ഇത്രയ്ക്കൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ലൊരു വീടുണ്ടോ? നമുക്കൊരു നല്ലൊരു ഗ്രാമമുണ്ടോ താമസിക്കാൻ? നമ്മൾ കാട്ടിൽ പാവങ്ങളെ നമ്മളിങ്ങനെ കഴിഞ്ഞു പോണു അല്ലേ? കാട്ടിലുള്ളവരെ കാടരെ പോലെ. എന്നാൽ നമുക്ക് ഈശ്വരനില്ലേ? ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ എന്താ കാരണം? പശുക്കളാണ്. ഈ പശുക്കളാണ് പശുക്കൾക്ക് വേണ്ടത് ഉണ്ടാവണം. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവണത്? ധാരാളം പുല്ലും വെള്ളവും തരണത് ഗോവർദ്ധന പർവ്വത. ധാരാളം പുല്ല് അല്ലേ, അവയൊക്കെ കാട്ടിൽ നിന്ന് ധാരാളം കിട്ടണു. അങ്ങനെ നമുക്ക് മഴ കിട്ടണില്ലേ? എങ്ങനെയാണ് മഴ കിട്ടണത്? ബ്രാഹ്മണരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യണത്. സൽക്കർമ്മം കൊണ്ടാണ് നമുക്ക് വേണ്ട നല്ല ഫലം ഉണ്ടാവുക. കർമ്മത്തിന് ഫലം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല കർമ്മങ്ങൾ ചെയ്യണത് ബ്രാഹ്മണരാണ്. അതിനു വേണ്ടിയിട്ടാണ്
അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവണത്. അപ്പോൾ പശുക്കൾക്ക് നല്ല സുഖമായാൽ, ഐശ്വര്യമായാൽ നമുക്ക് സുഖമായി. ഇതല്ലേ ശരിക്കും ഉണ്ടാവണത്. അപ്പം നമ്മൾ ആരെ പൂജിക്കണം? പശുക്കളെ പൂജിക്കണം, ബ്രാഹ്മണരെ പൂജിക്കണം, ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കണം. ഗോവർദ്ധന പർവ്വതം എന്ന് പറഞ്ഞാൽ വലിയ ഭക്തനാന്നാണ് പറയണത്. ഗർഗസംഹിതയിൽ പറയുന്നുണ്ട്, കൃഷ്ണാവതാരം ഉണ്ടാവാൻ പോണു എന്ന് മുൻകൂട്ടി അറിഞ്ഞ് വൃന്ദാവനത്തിൽ വന്ന് കാത്തു നിൽക്കണ ആളാണ് ഗോവർദ്ധന പർവ്വതം. ദ്രോണപർവ്വതത്തിൻ്റെ പുത്രനാണത്രേ. അഗസ്ത്യൻ നടന്നു പോയി ദ്രോണപർവ്വതത്തിനെ നടന്നിങ്ങനെ പോവുക. ദ്രോണപർവ്വതത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു അത്രേ, അതെ അങ്ങയുടെ പുത്രനെ ഞാൻ കൊണ്ടുപോവുക, ഞാൻ തപസ് ചെയ്യണ അടുത്ത് പർവ്വതമൊന്നുമില്ല, അപ്പോൾ ഈ ഗോവർദ്ധനത്തെ കൊണ്ടുപോവുക. വേണ്ടാന്ന് പറയാൻ പറ്റുമോ? അഗസ്ത്യനാ പറയണതേ. അപ്പോൾ ഗോവർദ്ധന വിചാരിച്ചു, ഗോവർദ്ധനത്തിന് വലിയ ദുഃഖമായി ഇത്രേ അഗസ്ത്യൻ കൊണ്ടുപോവുക എന്ന് പറഞ്ഞപ്പോൾ. അച്ഛനോട് പറയാൻ പറ്റുമോ പോവാൻ പറ്റില്ല എന്ന്? എന്നെ കൊണ്ടുപോകണ്ടെന്ന് മഹർഷിയോട് പറയാൻ പറ്റുമോ? ശരി കൊണ്ടുപോക്കോളൂ, പക്ഷേ ഒരു കാര്യമുണ്ട്, വഴിക്ക് വെക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. ഗോവർദ്ധന പർവ്വതത്തിനെയും കയ്യിലെടുത്ത് പോകുമ്പോൾ വൃന്ദാവനം എത്തിയപ്പോൾ ഗോവർദ്ധനം വിചാരിച്ചു അത്രേ, അത് പറ്റില്ല, ഇനി പോയാൽ പറ്റില്ല എന്ന് വിചാരിച്ചു അത്രേ. ഭയങ്കര ഘനം കൊടുത്തു. പോരാ, അപ്പം തോന്നി ഇത്രേ, നല്ല കനം കുറേ നേരമായില്ലേ കയ്യിൽ പിടിക്കണു, അതുകൊണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ച് അപ്പം അതല്ല, ഒന്ന് കാലും മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് പോവാം വിചാരിച്ച് ഈ പറഞ്ഞതും മറന്നു. ഗോവർദ്ധനത്തിനെ അവിടെ വെച്ചു. കാലും മുഖമൊക്കെ കഴുകി ഒക്കെ ശുദ്ധമായി വന്നപ്പോഴേക്ക് ഗോവർദ്ധനത്തിനെ എടുത്താൽ പിന്നെ പൊങ്ങില്ല. അമ്പട്ടാ, ദേഷ്യം വരാണ്ടിരിക്കുമോ? ശപിച്ചു എന്നാണ് കഥ. എന്താ, കലികാലം കഴിയാറാവുമ്പോഴേക്ക് നെയ്യുണ്ടാവില്ല. ഇന്നു മുതൽ ഓരോ എൾമണിയോളം ഇങ്ങനെ കുറഞ്ഞു വരട്ടെ എന്ന് ശപിച്ചു അഗസ്ത്യൻ എന്നൊക്കെ ഒരു കഥ ഉണ്ട്. അപ്പോൾ എന്താ പറയണത്? ഇങ്ങനെ ഭഗവാന്റെ അവതാരം മുൻകൂട്ടി കണ്ട് വന്ന് കാത്തിരിക്കാൻ, ഭഗവാന്റെ കളികളിൽ പങ്കുചേരാൻ എന്നോ വന്ന് കാത്തിരിക്കണ പർവ്വതമാണ് ഗോവർദ്ധന പർവ്വതം. ഇന്നലെ നമ്മളതൊന്ന് അനുസ്മരിച്ചു. കൃഷ്ണാവതാരത്തിലെ എല്ലാ വ്യക്തികളും അങ്ങനെയാണ്. എന്നോ ഭഗവാന്റെ അനുഗ്രഹത്തിന് ചീട്ടും മേടിച്ച് പിന്നെ കാത്തിരിക്കണവരാ. ചിലർ ശാപമായിരിക്കും, ചിലവർ അനുഗ്രഹമായിരിക്കും. അപ്പോൾ എന്തായാലും ആവക കഥകളൊക്കെ പറഞ്ഞാൽ നേരം പോവും. അപ്പോൾ നമുക്കത് വിടുക. ഏതായാലും അങ്ങനെയുള്ള പിന്നെ ആ ഗോവർദ്ധന പർവ്വതത്തിനെ നമുക്ക് പൂജിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിത്യം വനൗകസസ്താത വനശൈല നിവാസിന തസ്മാൽ ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ചാരഭ്യതാം മഖ. അതുകൊണ്ട് ഗോവർദ്ധനയാഗമായിട്ട് ഇവരെല്ലാവരെയും പൂജിക്കുക. വേറെ ഒന്നും വേണ്ട. അയ്യോ ഉണ്ണി, ഇതുവരെയുള്ള ഇതുവരെ ഇങ്ങനെ ഒരു യാഗം ചെയ്തിട്ടില്ല, ആരാധൻ്റെ സമ്പ്രദായമൊക്കെ പറയാം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. ഭഗവാൻ അതൊക്കെ അറിയാം, ഒക്കെ നല്ലോണം പറഞ്ഞു. ഇതുവരെ എങ്ങനെയാണ് ഇന്ദ്രയാഗം ചെയ്തിരുന്നത്, അതുപോലെ ഗംഭീരമായിട്ടൊക്കെ തയ്യാറാക്കുക. എന്നിട്ട് ഗോവർദ്ധന ധാരാളം മുറുക്ക്, ലഡ്ഡു, അങ്ങനെയല്ലേ, അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ, അപ്പം മുതലായിട്ടുള്ള പായസം, അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ധാരാളം ഉണ്ടാക്കുക, നിവേദ്യം ഒക്കെ. അത് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് ഹോമാദികളൊക്കെ ചെയ്യുക, നിവേദ്യം ഗോവർദ്ധന പർവ്വതത്തിന് നിവേദിക്കുക, ബ്രാഹ്മണരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുക. അത് കഴിഞ്ഞാൽ ആ ഗോവർദ്ധന പർവ്വതത്തിന് എല്ലാവരും കുളിച്ച് നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് വന്ന് സന്തോഷമായി ഭക്തിയോട് കൂടിയിട്ട്, ഇതൊക്കെ ആരോടാ പറയണത്? ഇതൊക്കെ നമ്മളോടാ പറയണത്. ഭഗവാൻ എങ്ങനെ വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പം നല്ലോണം അണിഞ്ഞൊരുങ്ങാം. എന്തിനാ അണിഞ്ഞൊരുങ്ങണത്? അല്ല കല്യാണത്തിനും പോകാനാണോ? അല്ല എന്നർത്ഥം. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ അണിഞ്ഞൊരുങ്ങേണ്ടത്. നമ്മൾ ഇന്നലെ ഗോപസ്ത്രീകളെ കാണിച്ചില്ലേ, നമുക്ക് കാണിച്ചു തന്നില്ലേ? അവരാദ്യമായിട്ട് ഭഗവാനെ കാണാൻ വരുമ്പോഴാണ് ഗംഭീരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഭഗവാൻ പറയണു, നല്ലോണം അണിഞ്ഞൊരുങ്ങി ഗോവർദ്ധനത്തിന് പ്രദക്ഷിണം വെച്ച്, ഇനി സാരമൊന്നുമില്ല, വയ്യാത്തൊരു വണ്ടിയിൽ പ്രദക്ഷിണം വെച്ചാൽ മതി എന്നാ പറഞ്ഞ ഭഗവാൻ. ഇന്നും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക അവിടെ. എന്താ വൃന്ദാവനത്തിലെ നമസ്കാരത്തിൻ്റെ ഒരു കഥ അല്ലേ? അത്ഭുതം. ഇങ്ങനെ ഒരു നമസ്കാരം ലോകത്തിൽ എവിടെയാണുള്ളത്? നേരിട്ട് ആ റോട്ടിൽ വീണങ്ങനെ നമസ്കരിക്കും, എന്നിട്ട് അവിടെ ഒരു വര വരച്ച് വയ്ക്കും, എന്നിട്ട് അപ്പുറത്തേക്ക് നമസ്കരിക്കും. റോട്ട് കൂടി എത്രയോ നാഴികകൾ. ഒരു ദിവസം കൊണ്ടൊന്നും നമസ്കരിച്ച് തീരില്ല. അവിടെ ഒരു അടയാളം വയ്ക്കും. അവർ വീട്ടിൽ പോവും. അവർക്ക് ഈ വേറെയുള്ള സംശയങ്ങളൊന്നുമില്ല.
അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്നാൽ അവിടുന്ന് തുടങ്ങായി. ചെരുപ്പ് എന്ന് പറയണത് അവർക്ക് ആവശ്യമില്ല. നമുക്ക് മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുമോ ചെരുപ്പില്ലാണ്ട്? ഭഗവാൻ തൻ്റെ നഗ്നപാദങ്ങളെ കൊണ്ട് ഓടിക്കളിച്ചതായിട്ടുള്ള സ്ഥലത്ത് ചെരുപ്പിട്. എന്താ അതിൻ്റെ ആവശ്യം? അതാണ് അവർക്ക് പറയാനുള്ളത്. ഏതായാലും അതുപോലെ ഗംഭീരമായിട്ട് ആ ഗോവർദ്ധനയാഗം അങ്ങനെ നടത്തി. ഭഗവാനും വിചാരിച്ചു ഇതുവരെ നടക്കാത്ത യാഗം ഭഗവാന്റെ വാക്ക് കേട്ടിട്ടാ. നന്ദഗോപുരക്ക് അത് ഒരു ഗുണമുണ്ട്. എന്താ അത്? ഗർഗൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ പറയണ പോലെ ചെയ്യാവൂ, അപ്രിയ ഉണ്ടാവരുത് ഭഗവാനെന്ന്. അപ്പോൾ എന്താ ഭഗവാൻ പറഞ്ഞത്? അതേ ഉള്ളൂ. യശോദമ്മയ്ക്ക് ഇടയ്ക്ക് സംശയവും, ഇത്ര ചെറിയ കുട്ടി പറയണത് കേൾക്കാമോ എന്ന്. നന്ദഗോപുരക്ക് ആ സംശയം ഇല്ലല്ലോ. അങ്ങനെ ആ ഗിരിം ചക്രുപ്രദക്ഷിണം അതൊക്കെ കഴിഞ്ഞ് ഇവർ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴേ ഗോപ്യശ്ച കൃഷ്ണവീര്യാണി ഗായന്ത്യ സദ്വിജാശിഷ. ഗോപസ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അവർ ധാരാളം പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഇങ്ങനെ കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോഴാണ് ഇതേ ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ നിന്ന് ഒരാൾ എണീട്ട് നിൽക്കണു. പർവ്വതം കിടക്കണ പർവ്വതം അങ്ങോട്ട് എണീട്ട് നിൽക്കണ പോലെയാ. കൃഷ്ണസ്ത്വന്യതമം രൂപം ഗോപവിശ്രംഭണം ഗത ശൈലോസ്മി ദിബ്രുവൻ ഭൂരി ബലിമാതൽ ബൃഹത് വപു. വലിയൊരാൾ എണീട്ട് അങ്ങോട്ട് നിന്നിട്ടേ കൈ ഇങ്ങോട്ട് താഴത്തേക്ക് നീക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമായി നിങ്ങളെന്നെ പൂജിച്ചതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങനെയുള്ള കഷ്ടങ്ങളൊന്നും നിങ്ങളുടെ പല പശുക്കളെ കാണാണ്ടാവേ, അങ്ങനെയൊക്കെ അല്ലേ? കാടാവുമ്പോൾ പുലി പിടിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കണില്ലേ? അതേപോലെയൊക്കെ സംഭവിക്കാം. ഇനി അങ്ങനെയുള്ള യാതൊന്നും ഒരു കഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാവില്ല, ഞാൻ കാത്തുരക്ഷിച്ചോളാം എന്നും പറഞ്ഞ് കൈ അങ്ങോട്ട് നീട്ടിയപ്പോഴേ എല്ലാവർക്കും അത്ഭുതമായി. എല്ലാ നിവേദ്യ സാധനങ്ങളും വേഗം എടുത്ത് കൈ കൊടുക്കൂ എന്നായി ഭഗവാൻ. ഗോവർദ്ധനം തന്നെ പ്രത്യക്ഷമായിരിക്കണു. ഇതിലും വലിയൊരു അത്ഭുതം ഉണ്ടോ? ഭഗവാൻ ചോദിച്ചു, ഇതുവരെ ആരെങ്കിലും ഗോവർദ്ധനത്തിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലന്നേ എന്ന് പറയാറായി അവർക്ക്. അപ്പം പിന്നെ ഇതിനേക്കാളും വലിയൊരു സന്തോഷം എന്താ, അത്ഭുതം എന്താ? ഇങ്ങനെയാണ് ഭഗവാന്റെ ഓരോ ലീലകളും. നമ്മൾ വിചാരിക്കണതിൻ്റെ എത്രയോ അപ്പുറമാണ്. എല്ലാ നിവേദ്യങ്ങളും എടുത്ത് ഭഗവാന്റെ കൈ കൊടുത്തപ്പോൾ സുഖമായിട്ട് അതൊക്കെ അങ്ങനെ അമൃതയത്ത് കഴിച്ചു ഭഗവാൻ. അവിടെ അങ്ങോട്ട് അന്തർധാനവും ചെയ്തു. ഇനി പറയാനുണ്ടോ അവരുടെ അത്ഭുതം? എല്ലാവർക്കും അത്ഭുതമായി, ആനന്ദമായി. പക്ഷേ ഭാവം മാറിയ കുറച്ച് പേരുണ്ടായി. ദേവേന്ദ്രൻ, ആഹാ അത് ശരി, അഹോ ശ്രീമദമാഹാത്മ്യം ഗോപാനാം കാനനൗകസാം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഏ ചക്രുർദേവഹേളനം എന്നൊക്കെയാണ്. കണ്ടില്ലേ അവൻ്റെ ഒരു അഹങ്കാരം എന്നാണ് ദേവേന്ദ്രന് പറയാനുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യനല്ലേ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, ഞാനൊരു ദേവനല്ലേ, എന്നെ അപമാനിക്കുകയെ കൃഷ്ണൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. വാചാലം ബാലിശം സ്തബ്ധമജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. ഇതിന് ശിക്ഷ ഗോപന്മാർക്കാണ് കൊടുക്കേണ്ടത്. ഈ കൃഷ്ണനൊന്നുമില്ലെങ്കിൽ ഇത്രയല്ലേ ആയിട്ടുള്ളൂ പ്രായം, അവരുടെ ചെറിയ ഉണ്ണിയല്ലേ. ആ ഉണ്ണിയെ വിശ്വസിച്ച് എന്നെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഇത് സഹിക്കാൻ പറ്റുമോ? ശരി, അഹം ചൈരാവതം നാഗമാരുഹ്യാനുവ്രജേ വ്രജം. ഞാൻ മേഘങ്ങളെ വിളിച്ചു, പ്രളയകാലത്ത് പെയ്യണതായിട്ടുള്ള മേഘങ്ങളെ വിളിച്ച് പറഞ്ഞു, വൃന്ദാവനത്തിൽ പോയിട്ട് മഴ പെയ്ത് അങ്ങോട്ട് കലക്കാൻ പറഞ്ഞു സമുദ്രത്തിലേക്ക്. വൃന്ദാവനം അങ്ങോട്ട് കലങ്ങി ഒഴുകട്ടെ. നമ്മൾ കാണാറില്ലേ, ഓരോ ദിക്കിൽ ഇത്തിരി വെള്ളം വരുമ്പോഴേക്ക് കലങ്ങി ഒഴുകണത് കാണാറില്ലേ? ഈ കഥകൾ എത്ര നമുക്ക് അനുഭവമുണ്ട്. അവിടെ അന്ന് അത്രയൊന്നും അല്ല, അവിടെ പ്രളയകാലത്ത് പെയ്യണ മേഘങ്ങളാണ് വന്നിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കണത്. ഭഗവാനും അറിയാം. ഗോപന്മാരൊക്കെ എന്താ നല്ല രസമായിട്ടുള്ളൊരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ അത്? സ്വയാഗേ വിഹതേസ്മാഭിരിന്ദ്രോ നാശായ വരിഷതി. ദാ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നാശത്തിനായിക്കൊണ്ട് എന്നാണ്, നാശത്തിനായിക്കൊണ്ട് ദേവേന്ദ്രൻ വരുഷിക്കണു എന്നാണ് കഥ. അവിടെ ഒരു ചോദ്യമുണ്ട്, ആരുടെ നാശത്തിന് എന്നൊരു ചോദ്യം അങ്ങനെ ചോദിച്ചാൽ കഥ ഗംഭീരായി. ദേവേന്ദ്രൻ അവരവരുടെ നാശത്തിന്, സ്വന്തം നാശത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് മഴ പെയ്യിച്ചത് എന്നർത്ഥം. ഭഗവാന്റെ ആൾക്കാരുടെ നാശത്തിന് വേണ്ടിയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ദേ കണ്ടില്ലേ കൃഷ്ണ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മഴ പെയ്യാൻ തുടങ്ങി, ഭയങ്കര മഴ. നോക്കൂ, മഴക്കാറിൻ്റെ ഒരു ശക്തി.
ദേവേന്ദ്രൻ്റെ കോപിച്ചിട്ടാണ് എന്നാണ് തോന്നണത്. ത്രാതുമരിഹസി ദേവാം നക്കുപിതാൽ ഭക്തവത്സല. എല്ലാവരും ചെന്ന് ആശ്രയിച്ചു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, തസ്മാൻ മത്സരണം ഗോഷ്ഠം മന്നാഥം മൽപരിഗ്രഹം, ഇവരൊക്കെ എൻ്റെ ആൾക്കാരാ, ഇവരെ ഞാൻ രക്ഷിക്കും എന്നുള്ള ഒരു ഭാവത്തോട് കൂടിയിട്ട് ഭഗവാൻ പറഞ്ഞു, എല്ലാവരും വരൂ. അന്ന് നമ്മളോട് എന്നാൽ ഈശ്വരൻ എന്നുള്ള ഭാവം ഉണ്ടോ? ഇല്ല. എന്താ പറഞ്ഞത്? തസ്മാൻ മത്സരണം ഗോഷ്ഠം മന്നാഥം മൽപരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആസ്ഥിത എന്നാണ്. ഇതെൻ്റെ വ്രതാണ് എന്നാണ് ഭഗവാൻ പറയണത്. ഇതെൻ്റെ എന്നോ ഉള്ള നിശ്ചയമാണ്. എൻ്റെ ആൾക്കാർ നശിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ രക്ഷിക്കും എന്നുള്ള ഇതാർക്കെങ്കിലും തോന്നുമോ? ഭഗവാന്റെ ആ ഈശ്വരഭാവം ഇല്ല. നമ്മളെ നാളെ എന്താ പറഞ്ഞത്? ഗോവർദ്ധന പർവ്വതം നമ്മളെ ഗോവർദ്ധന രക്ഷിച്ചോളാം, ഇനി എന്താ ആപത്തുണ്ടായാലും എന്നല്ലേ പറഞ്ഞത്. ഗോവർദ്ധനത്തോട് ചെന്ന് പറയുക എന്നും പറഞ്ഞ് എല്ലാവരും കൂടി ഭഗവാൻ എല്ലാവരെയും കൂട്ടി ഗോവർദ്ധനത്തിൻ്റെ അടുത്ത് ചെന്ന് പെട്ടെന്ന് കഴിഞ്ഞു. ആ ഇടത്തെ കൈകൊണ്ട് ആ ഗോവർദ്ധനം അങ്ങോട്ട് പൊക്കി ആ ചെറുവിരലുമ്മിൽ ആ ഗോവർദ്ധനത്തിനെ അങ്ങനെ നിർത്തി. എല്ലാവർക്കും അത്ഭുതമായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊക്കെ തോന്നണ മാതിരി ചിലവർക്ക് തോന്നിയോ അറിയില്ല, ഇതിപ്പോൾ ഈ ഗോവർദ്ധനം എണീട്ട് നിന്നതാണോ ഭഗവാൻ വന്നപ്പോൾ, അതോ ഗോവർദ്ധനം പൊക്കിയതാണോ? അത് അവസാനം വ്യക്തമാക്കി കൊടുത്തു. എല്ലാവരോടും നോക്കിക്കൊള്ളാൻ പറഞ്ഞ് പതുക്കനെ എല്ലാവരും കാണുക അതങ്ങോട്ട് വയ്ക്കുകയും ചെയ്തു അവരുടെ മുമ്പിൽ വെച്ചിട്ട്. ഭഗവാൻ പർവ്വതം ഉയർത്തിയപ്പോൾ എല്ലാവർക്കും പറയുന്നുണ്ട്, ദധാര ലീലയാ കൃഷ്ണഛത്രാകമിവ ബാലക. നല്ല കളർ വ്യത്യാസമുള്ള കൂണൊക്കെ കാണുമ്പോൾ കുട്ടികൾ പറയും, ഹായ് ഇതെന്തൊരു ഭംഗിയായി കൂണ് കാണാൻ എന്ന് പറഞ്ഞാൽ അത് പറിച്ച് കളിക്കാറില്ലേ? അതുപോലെയാണ് ദേവേന്ദ്രൻ്റെ യാഗം പോക്കി കോപിച്ചപ്പോൾ ഗർവം പോക്കി ദേവദേവൻ താനാണെന്നു വ്യക്തവുമാക്കി. എത്ര എളുപ്പത്തിലാണ് നമുക്കിതാ ഇത് പാടണ ഒരു വിഷമം കൂടിയില്ല. ഭഗവാൻ ആ പർവ്വതം പൊക്കി തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ എല്ലാവരോടും കുന്നിനെ കുന്നി കുണ്ടലമായി മാറ്റി കുന്നിനെ കുടയാക്കി നീ കൂനിയിൽ ചേർത്തു സൗന്ദര്യം നന്നു നിന്നുടെ ചേഷ്ടിതം എന്നാണ് കവികൾക്ക് പറയാനുള്ളത്. നല്ല കുന്നിക്കുരു കാണുമ്പോൾ യശോദമ്മോട് പറയുന്നതാണ്, അമ്മേ ഇതെന്തൊരു ഭംഗിയായി ഈ കുന്നിക്കുരു കാണാൻ, എനിക്കിത് മതി കൊടുക്കെടുക്കാനായിട്ട് എന്ന് പറയൂ അത്രേ. അതേമാതിരി അത്ര എളുപ്പത്തിലാണ് ആ കുന്നിക്കുരുവിൻ്റെ കൊടുക്കെടുക്കാൻ ഇടണ പോലെ എളുപ്പത്തിലാണ് പർവ്വതം പൊക്കി പിടിച്ചത്. എല്ലാവരോടും പറഞ്ഞു, പേടിക്കണ്ട, നത്രാസഹിവക്കാര്യോ ഇഹവക്കാര്യോ മധ്യസ്ഥാദ്രി നിപാതന, എൻ്റെ കയ്യിൽ നിന്ന് ഇത് വീഴുമെന്നൊന്നും ആരും പേടിക്കണ്ട കേട്ടോ, എല്ലാവരും ധൈര്യമായിട്ട് ഇതിൻ്റെ ചോട്ടിൽ വന്ന് നിന്നോളൂ, ആരും പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കണ്ട സമയത്ത് എല്ലാവർക്കും കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോ ഉദ്യവിസ്മിത. വിചാരിച്ചില്ല ദേവേന്ദ്രൻ. ഇപ്പം എന്തായി? പർവ്വതത്തിൻ്റെ മുകളിൽ മഴ അങ്ങനെ പെയ്തിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? ഗോവർദ്ധനം പോരാ. ഒരിക്കൽ പറയണ കേട്ടിട്ടുണ്ട് വായനയിൽ, വൃന്ദാവനത്തിൽ അന്നൊരു തുള്ളി വെള്ളം വീണിട്ടില്ല എന്നാണ്. ഭഗവാൻ പർവ്വതം പൊക്കിയപ്പോഴേ ബലരാമൻ വിചാരിച്ചു അത്രേ, കൃഷ്ണൻ മഴയെന്ന് ഇവരെ രക്ഷിക്കുക, എന്നാ ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും മാത്രം രക്ഷിച്ചാൽ പോരാ, പിന്നെയോ വൃന്ദാവനത്തിനെ മുഴുവൻ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ഗോവർദ്ധനത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറി നിന്നിട്ട് തൻ്റെ 1000 ഫണങ്ങളും അങ്ങോട്ട് വിടർത്തിന്ന് 1000 കമ്പികളുള്ള ഒരു കുട നിർത്തിപ്പിടിച്ച നമുക്കൊരു 4-5 കമ്പിയുള്ള ഒരു കുഞ്ഞ കുട പിടിക്കുമ്പോഴേക്ക് നമ്മൾ രക്ഷപ്പെട്ടു. അന്ന് അത്ര ഗംഭീരമായിട്ടുള്ള കുട നിവർത്തിയിട്ടാണ് രാമേട്ടൻ ബലരാമേട്ടൻ വൃന്ദാവനവാസികളെ രക്ഷിച്ചിരിക്കുന്നത് 7 ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഒരു ചെറുവിരലുമിലായിരിക്കണത്, അതവിടെ ഇരുന്നോളില്ലേ. ഭഗവാൻ ആ വലത്തെ കൈകൊണ്ട് ഓടക്കൊഴിലും ഇങ്ങനെ വിളിക്കും എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദാഹമില്ല, വിശപ്പില്ല, രാത്രിയില്ല, പകലില്ല. അങ്ങനെയാണ് ഈ നമ്മൾ കേട്ടില്ലേ വേണുഗാന വർണ്ണനം, ആരും ഒന്നും അറിയണില്ല, എല്ലാവർക്കും ആനന്ദം മാത്രം. ഒഴുകണത് നിൽക്കണു, നിൽക്കണത് ഒഴുകണു അല്ലേ, ഇളകണത് ഇളകാണ്ടാവണു, ഇളകിക്കൊണ്ടിരിക്കണത് ഇളകാണ്ടാവണു. ആ പ്രപഞ്ചത്തിൻ്റെ എല്ലാ നിയമങ്ങളും മാറി.
അപ്പം അങ്ങനെയുള്ള വേണുഗാനം കേട്ടാൽ എന്തായിരിക്കും വൃന്ദാവനവാസികളുടെ ഒരാനന്ദം? ദുഃഖമൊന്നും ഇല്ല എന്ന് തന്നെയല്ല, പരമാനന്ദം. ഇങ്ങനെയുള്ള നന്ദനന്ദനൻ്റെ കഥകൾ എത്ര അനുസ്മരിച്ചാലും മതിയാവുക. ഇതാ ഭാഗവതം നമ്മളോട് ചോദിക്കണു. അതാണ് വയം യശോദാശിശു ബാലലീലാ കഥാസുധാ സിന്ധുഷു ലീലയാമ. വില്വങ്കല സ്വാമിയാർ പറയാൻ കാരണം അതെ, ഞാൻ ഇനി ഇവിടെയാ വൃന്ദാവനത്തിൽ എന്ന് പറയാൻ കാരണം അതാ. ഏതായാലും അങ്ങനെ 7 ദിവസം മഴ കഴിഞ്ഞപ്പോഴേക്ക് അതിലത്തെ വെള്ളമൊക്കെ തീർന്നു. കുറച്ച് വെള്ളം കഷ്ടിച്ച് ബുദ്ധിമുട്ടി ശേഖരിച്ച് വെച്ചിരുന്നതാണ്, അതൊക്കെ തീർന്നു. ദേഷ്യം വന്നു ദേവേന്ദ്രനെ, പൊക്കളാൻ പറഞ്ഞു മേഘങ്ങളോടൊക്കെ. അതൊക്കെ പോയി. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? തോറ്റു. അപ്പോൾ ഇനി ചെന്ന് സംസ്ഥാപരാധം പറയാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെയൊരു നിലയിൽ എന്നാ പോവാനും വയ്യ. ഒരു ദുരഭിമാനമൊക്കെ ഉണ്ടല്ലോ, അഹങ്കാരത്തിൻ്റെ ദുരഭിമാനം ഉണ്ടല്ലോ. അപ്പോൾ വരാനും വയ്യ, അങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടുത്തെ കഥ എന്താ? ഏവം വിധാനി കർമാണി ഗോപാകൃഷ്ണസ്യ വീക്ഷ്യത്തെ. അവിടെ ഉള്ളവർക്കൊക്കെ പരമാനന്ദം, ഗോപസ്ത്രീകൾക്കും ഗോപന്മാർക്കും ഭഗവാന്റെ കഥകളും പാടി പാട്ടുകളും പാടി അവരാനന്ദമായിരിക്കുന്ന സമയത്ത് ഗോപന്മാർ നന്ദഗോപരുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നന്ദഗോപരെ, ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട്. എന്തൊരത്ഭുതമായി ഈ കണ്ടിരിക്കണത്. ആ ബാലകസ്യ യദേതാനി കർമാണ്യ അത്യത്ഭുതാനി വൈ. എന്തൊരത്ഭുതം അത്! എങ്ങനെയാണ് വിശ്വസിക്കുക? കാണാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റും. ഇന്നും നമ്മുടെ നാട്ടിൽ ചോദിക്കണവരുണ്ട്. പിന്നെ കഥ പറയുമ്പോൾ ഇങ്ങനെ പലതും പറയും. ആർക്കാ അത് പൊക്കി നിൽക്കാൻ പറ്റുക, പൊക്കാൻ പറ്റുക എന്ന് പറയണവരുണ്ട്. അപ്പോൾ അവർക്കത് കണ്ടിട്ട് തന്നെ ഈ അത്ഭുതം. പക്ഷേ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. 7 ദിവസം അവർ കണ്ട അതിൻ്റെ ചോട്ടിൽ നിന്ന് ആനന്ദം അനുഭവിച്ചോരാ. അപ്പോൾ അവർക്കത്, അതാണ് ഇത്ര കേമായിട്ട് ചെന്ന് ചോദിക്കാൻ കാരണം. ആലോചിച്ചാൽ കണ്ണ് മിഴിച്ചിരിക്കണോ? ആ പൂതന ചത്തുപോയപ്പോൾ അത്രയും ചെറിയ കുട്ടിയല്ലേ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് എത്ര അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൃഷ്ണൻ ചെയ്തിരിക്കണത്. ആരായി കൃഷ്ണൻ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ക്വ സപ്തഹായനോ ബാല ക്വ മഹാദ്രിവിധാരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ഒരു സംശയമായിരിക്കണു, കൃഷ്ണൻ ഒരു സാധാരണക്കാരനല്ല, അത് തീർച്ചയായും. ആരാ? വല്ല അറിവും ഉണ്ടോ എന്ന് ചോദിച്ചമോ ശ്രൂയതാമേവചോ ഗോപാഹ. ഗോപന്മാരെ, ഞാൻ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് ഗർഗമഹർഷി വന്നപ്പോൾ ഈ കൃഷ്ണൻ്റെ ആ യോഗ്യതകൾ പറഞ്ഞ് തന്നിട്ടുണ്ട്. മന്യേ നാരായണസ്യാംശം, അതാണ് ചുരുക്കം. ആ സാക്ഷാൽ ശ്രീനാരായണമൂർത്തിയുടെ സകല ആ ഐശ്വര്യങ്ങളും ഈ ഉണ്ണിക്കുണ്ടാവും. ഉണ്ണി പല അത്ഭുതങ്ങളും ചെയ്യും. അതൊന്നും കണ്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ അത്ഭുതങ്ങളെ കൊണ്ട് ഓരോ അവതാരങ്ങളിൽ കൂടിയിട്ടും തൻ്റെ ഭക്തന്മാരെ രക്ഷിച്ച് ദുഷ്ടന്മാരെ ഇല്ലാതാക്കിയ ആളാണ് ഭഗവാൻ. അതുകൊണ്ട് മന്യേ നാരായണസ്യാംശം, സാധാരണ ഒരാളല്ല, ആ മഹാവിഷ്ണു തന്നെയാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഗോപന്മാർക്ക് അത്ഭുതമൊന്നുമില്ല. അവർ കണ്ടുകൊണ്ടിരിക്കുക. തീയിനെ പിന്നെ പാനം ചെയ്ത് രക്ഷിച്ചതും ദുഷ്ടന്മാരായിട്ടുള്ള ശത്രുക്കളെ ഒക്കെ ഇല്ലാതാക്കി ഇവരെ രക്ഷിച്ചതും എന്ത് പറഞ്ഞാലും റെഡിയാണ് ഭഗവാനോടും ബലരാമനോടും. അപ്പം ഇങ്ങനെ അവർ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, മന്യേ നാരായണസ്യാംശം, ശരിയാണ്, കൃഷ്ണനീശ്വരനാണ് എന്ന് അവരൊക്കെ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു എന്ന് പറയണം. അപ്പോൾ അവിടെ അതിൻ്റെ അവസാനം ശ്രീശുഖബ്രഹ്മർഷി എല്ലാവരോടും കൂടിയിട്ട് മീരാക്കെ പ്രഭു ഹേ ഗിരിധാരി എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുന്നില്ലേ. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഭഗവാന്റെ ഓരോ ലീലകൾ ചെയ്തതാണ് അധികം ഹൃദയസ്പൃക്കായിരിക്കുന്നത്. ഏറ്റവും അധികം അവരെ ആകർഷിച്ചിരിക്കുന്നത് ഓരോ തരം ലീലകളാണ്. ഭീഷ്മർ പറയണത് എന്താ? രാസലീല. അതാണ് ഭീഷ്മരെ കുറേ അധികം. എന്തൊരു മനോഹാരിതയാണ്, എന്തൊരു അത്ഭുതമാണ് രാസലീല. അങ്കനാമങ്കനാമന്തരാ മാധവം മാധവം മാധവൻ ചാന്തരേണ അങ്കന. വില്ലുവങ്ങല ലേശം കൂടിയും കൂട്ടി. എന്താ അത്? നടുക്കൊരു കൃഷ്ണൻ നിൽക്കട്ടെ. അതെന്തിനാ വില്ലുവങ്ങലം? ഞാൻ എന്നെങ്കിലും ഒരു ഗോപിയായിട്ട് വരുമ്പോൾ എനിക്കും വേണ്ടേ ഒരു കൃഷ്ണൻ
എന്ന് വില്വങ്ങലം. ഇത് വെറുതെ അല്ല വില്വങ്ങലം പറഞ്ഞിരിക്കുന്നത്. മഹാദേവൻ വന്നു എന്ന് പറയുന്നുണ്ട്. രാസലീല കണ്ട് മോഹിച്ച മഹാദേവൻ വന്നു അത്രേ. കളിയല്ല, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ആ വാതിക്കലുണ്ടത്രേ ഒരു ഗോപി ഒരു ചൂരൽവടിയായിട്ട് നിൽക്കണു. മഹാദേവൻ എന്തിനാ വന്ന ചോദിച്ചു അത്രേ. അല്ല, അതിൽ രാസലീലയിലൊന്നും പങ്കെടുക്കാൻ. രാസലീലയിൽ വേറെ ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല, ഗോപസ്ത്രീകൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗോപസ്ത്രീ ആവുക എങ്ങനെയാ? ഒരു കാര്യം ചെയ്താൽ മതി, അവിടെ ഒരു സരസ്സുണ്ട്, ആ സരസ് പോയി ഒന്ന് കുളിച്ച് ഗോപസ്ത്രീയായിട്ട് വരൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് കഥ. ഇങ്ങനെ കഥകളുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ആ ഭഗവാനെ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും രക്ഷിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ ഭഗവാനെ ഒന്ന് വീണ് നമസ്കരിച്ചും കൊണ്ടാണ് ആ അധ്യായം ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ദേവേന്ദ്രനോ ആകെ വിഷമായി. ഇനിയിപ്പോൾ ഭഗവാനെ ചെന്ന് നമസ്കരിക്കണ്ടേ? വന്ന് ഗംഭീരമായിട്ട് കിരീടേന അർക്കവർച്ചസ നഷ്ടത്രിലോകേശം, അത് ഞാനാണ് ത്രിലോകേശൻ എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ദേവേന്ദ്രന്. അത് തീർത്തു. ഇത്രയേ ഉള്ളൂ. അഹങ്കാരം ഇല്ലാണ്ടാക്കലാണ് ഭഗവാന്റെ ലീല. അതില്ലാണ്ടായി ആ മനസ്സ് ശുദ്ധാവും. ഇതാരോടാ പറയണത്? ദേവേന്ദ്രനോടാണോ? ഒക്കെ നമ്മളോടാ പറയണത്. ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്കതിനുള്ള വകയില്ല, എന്നാലും നമ്മൾ അഹങ്കരിക്കും. വേണ്ടേ എന്ന് ഭാഗവതം പറയുന്നു. ഏതായാലും ദേവേന്ദ്രൻ വന്നിട്ട് ഗംഭീരമായിട്ട് വീണ് നമസ്കരിച്ചു. ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭൂൻ മതിരീശമേ സതി. അസതിയായിട്ടുള്ള അസത്തായിട്ടുള്ള എൻ്റെ ബുദ്ധി, എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ചെയ്തത് അവിടുന്ന് ക്ഷമിക്കണേ. അവിടുത്തെ ആൾക്കാരെ നശിപ്പിക്കാനാണ് ഞാൻ പുറപ്പെട്ടത്. അത് അവിടുത്തേക്ക് എത്രമാത്രം അവിടുത്തെ അപമാനിക്കണ കാര്യമാണ് ഞാൻ ചെയ്തിരിക്കണത്. അതുകൊണ്ട് പിന്നെ എൻ്റെ അഹങ്കാരം കൊണ്ട്, എൻ്റെ നിശ്ചല്യായ കൊണ്ട്, അറിവില്ലായ കൊണ്ട് ഞാൻ ചെയ്തതാണ്. മാനിന തീവ്രമന്യുന, അഹങ്കാരം കൊണ്ടുള്ള ദേഷ്യം. അതുകൊണ്ടാണ് ഇപ്പം എന്താ പറയണത്? ഏത് ദേവേന്ദ്രനായാലും ഈ വക അബദ്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് പോകണോ എന്ന് ചോദിക്കണു നമ്മളോട്. വേണ്ടേ വേണ്ട. ഈ ഭാരതഭൂമിയിൽ വൈകുണ്ഠവും വേണ്ട എന്നാണ് ശരിയായ ഭക്തന്മാർ പറയുക. പിന്നെയോ ഈ ഭാരതഭൂമിയിൽ ഭഗവാനെ സേവിച്ചിങ്ങനെ കഴിയുക, അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. പരമഹംസർ പറയില്ലേ, ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴത്തെ സുഖം കിട്ടുമോ? അതായിത്തീർന്ന പഞ്ചാര എനിക്ക് വളരെ ഇഷ്ടം. എന്താ പിന്നെ ഒരു മധുരപലഹാരം ഉണ്ട് അവിടെ, അത് വളരെ ഇഷ്ടമായിരുന്നു അത്രേ പരമഹംസർക്ക്. അങ്ങനെയുള്ള മധുരപലഹാരങ്ങൾ അപ്പന്നോ അടാന്നോ എന്തെങ്കിലും പേര് പറയാം. അപ്പം നമ്മുടെ ഭാഷയിൽ നമുക്കിഷ്ടമുള്ളത് അതായി ജനിച്ചാൽ പിന്നെ എന്താ കഥ? ഗുണമില്ല. അപ്പോൾ ആ പഞ്ചാരയോ ശർക്കരയോ ആയി ജനിക്കാണ്ട് അത് തിന്നണ കുട്ടിയായാൽ മതി എന്ന് പറയും. അത് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെയുള്ള മധുരം 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 മധുരാധിപതേരഖിലം മധുരമായ ആ മധുരസ്വരൂപനെ അങ്ങനെ സേവിച്ച് ആസ്വദിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഇങ്ങനെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. നാമം ജപിച്ചാൽ അതിൻ്റെ ആ ഒരു മാധുര്യം അത് നാമം ജപിക്കണവരൊക്കെ അറിയൂ എന്നാണ് സജ്ജനങ്ങൾ പറയാറുള്ളത്. അങ്ങനെ സേവിക്കുക. ഭഗവാൻ പറഞ്ഞു, സാരല്ല പൊയ്ക്കോളൂ, ഞാനന്ന് ഓർമ്മിപ്പിച്ചതാണ്. മാമൈശ്വര്യ ശ്രീമദാന്ധോ ദണ്ഡപാണിം ന പശ്യതി. അതാണ് അഹങ്കാരം വരുമ്പോൾ ഞാൻ ദണ്ഡപാണിയായിട്ട് കാലസ്വരൂപിയായിട്ട് ഞാനുണ്ടാവും. അയാൾക്ക് പാകത്തിന് ധർമ്മരാജാവായിട്ടെന്നോ എങ്ങനെ വേണേ പറയാം, അവർക്ക് എൻ്റെ ശിക്ഷ കിട്ടിയിരിക്കും. അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. സാരില്ല പൊക്കോളാൻ പറഞ്ഞു. ഞാനാണ് അവിടെ ഇരുത്തിയിരിക്കണത് എന്ന് ഓർമ്മിപ്പിച്ചാൽ മതിയെന്ന്. ഇതൊക്കെ നമ്മളറിയേണ്ടതല്ലേ ഇല്ലേ? കുറച്ച് ആയുസ്, കുറച്ച് ആരോഗ്യം, ഇതൊക്കെ നമുക്ക് തന്ന് താമസിക്കാൻ സുഖമായിട്ടുള്ള സ്ഥലം, നല്ല ഭക്ഷണം, ഇതൊക്കെ തന്ന് ഗുരുവായൂരപ്പൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടത് എന്തിനാ? ഇത് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർമ്മിക്കണേ എന്ന് ഭാഗവതം. അങ്ങനെ ദേവേന്ദ്രൻ പോവാൻ പുറപ്പെട്ടപ്പോൾ സുരഭി, ഈ ഒറ്റയ്ക്ക് പോവാനൊരു മടി ദേവേന്ദ്രനെ ഭഗവാന്റെ അടുത്തേക്ക് വരാൻ. അപ്പോൾ സുരഭി ദേവിയെ സുരഭിയെ കൂട്ടിയിട്ടാണ് വന്നിരുന്നത്. സുരഭി മാതാ. സുരഭി പറഞ്ഞു, കാമധേനു. സുരഭി പറഞ്ഞു, എനിക്ക് അവിടുത്തെ നല്ലോണം അഭിഷേകം ചെയ്യണം. ഞാൻ അതിനു വേണ്ടി ബ്രഹ്മാവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് വന്നിരിക്കണത്. എന്താ അത്?
ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവ ത്വം ന പരമകം ദൈവം ത്വം ന ഇന്ദ്രോ ജഗൽപതേ. ഇനി ഈ ഇന്ദ്രനെ ഞങ്ങൾക്ക് വേണ്ട, ഇനി ഈ ഇന്ദ്രൻ മതി ഞങ്ങൾക്ക് എന്നാണ് കാമധേനു പറഞ്ഞത്. അവിടുന്ന് ഇന്ദ്രനായിരുന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ മതി. അപ്പം അതല്ലേ ഉണ്ടായത്. ഈ രക്ഷിക്കേണ്ട ഇന്ദ്രൻ ഇപ്പം നശിപ്പിക്കാനല്ലേ പുറപ്പെട്ടത് എൻ്റെ കുട്ടികളെയൊക്കെ. ആരാ രക്ഷിച്ചത്? ഭഗവാനാ രക്ഷിച്ചത്. അതുകൊണ്ട് ഗുരുവായൂരപ്പാ ഇനി അവിടുന്ന് മതി ഞങ്ങൾക്ക് നാഥനായിട്ട്. അതാണ് ഗോവിന്ദനായിട്ട് ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണം. ഇന്നു മുതൽ ഞങ്ങളുടെ നാഥനാരാ? ഏതോ കുറച്ച് ഗോപസ്ത്രീകൾക്കല്ല തോന്നിയത്, ഭഗവാന്റെ അടുത്ത് വരണവർക്കൊക്കെ തോന്നണു. എന്ത്? ത്വം ന പരമകം ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ സർവസ്വം എന്ന് എല്ലാവർക്കും തോന്നിക്കൊണ്ടിരിക്കണു. അതുകൊണ്ട് ഇന്ദ്രസുര ഋഷിഭിസ്സാകം നോദിതോ ദേവമാതൃഭി അഭ്യഷിഞ്ചതദാശാരിഹം. ഭഗവാനെ നല്ലൊരു പാറപ്പുറത്തിരുത്തിയിട്ട് ആ സുരഭി തൻ്റെ 4 മുലകളിൽ കൂടിയിട്ടും ആ പാലോണ്ട് നല്ലോണം അങ്ങനെ അഭിഷേകം ചെയ്തു എന്നാണ്. ഇപ്പോഴാണ് ഭഗവാൻ വെളുത്തത് എന്നാണ് പറയാറുള്ളത് സജ്ജനങ്ങൾ. പണ്ട് കുളിപ്പിക്കുമ്പോൾ അമ്മോട് പറയൂത്രേ, അമ്മേ ഇന്ന് എന്നെ നല്ലോണം തേപ്പിച്ചോളൂ. മറ്റേത് കുളിപ്പിക്കാൻ സമ്മതിക്കാറില്ല. ശുണ്ഠിയും ദേഷ്യവും പണക്കവും ഒക്കെയാണ്, കുളിക്കാൻ സമ്മതിക്കില്ല. ഇന്ന് എന്താ കൃഷ്ണൻ നല്ലോണം തേച്ചോളൂ എന്ന് പറയണത്? അതോ ഞാൻ കളിക്കണ സമയത്ത് ഗോപന്മാരൊക്കെ എന്നെ കളിയാക്കി, ഞാൻ കറുത്തിട്ടാണ്, ഏട്ടൻ്റെ നിറാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞ് ഗോപന്മാർ കളിയാക്കി. അപ്പം എന്നെ നല്ലോണം തേച്ചൊരച്ചേട്ടനെ പോലെ വെളുപ്പിച്ചോളൂ എന്ന് പറയാറുണ്ടത്രേ. ഇപ്പം ശരിക്ക് വെളുത്തും കൊണ്ടായി. കഴിയണില്ല പാല്, സുരഭിയുടെ പാല്. അപ്പോൾ പറയാറുണ്ട്, ഗുരുവായൂർ ഏകാദശിയായിട്ടാണ് അന്ന് അവിടെ ഗോവിന്ദാഭിഷേകം നടന്നത്. അന്നാണ് ശ്രീമൽ ഭഗവത്ഗീത ദേവേന്ദ്രന് ഉപദേശിച്ചത്, അല്ല അർജുനൻ ഉപദേശിച്ചത് എന്നൊക്കെ സജ്ജനങ്ങൾ ആ ദിവസത്തിൻ്റെ മാധുര്യം മാഹാത്മ്യം പറയാറുണ്ട്. ആ ഗോസ്വാമി ഗോകുലരാജനായിട്ട് ഗംഭീരമായിട്ട് അങ്ങനെ അഭിഷേകം ചെയ്തു. എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇന്നും ഗുരുവായൂർ ആ ഗോവിന്ദാഭിഷേകം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു മാഹാത്മ്യം എന്താ? അത് കുറേയും കൂടിയും ഐശ്വര്യത്തെ പ്രാപിച്ചു എന്നാണ്. ചിന്താമണി പ്രകര സത്മസു കൽപ്പവൃക്ഷലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം എന്നാണ്. അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ സ്വതേ തന്നെ ഒക്കെ മധുരമായിരിക്കണു. എന്നാലും ഇപ്പം കുറേയും കൂടിയും ഐശ്വര്യത്തെ പ്രാപിച്ചു. നദികളിലുള്ള വെള്ളം, ആ വൃക്ഷങ്ങളിലുള്ള ഫലങ്ങൾ, പലതരം പുഷ്പങ്ങൾ, അതൊക്കെ കൊണ്ട് ഭൂമി കുറേ കൂടി ഉത്കർഷത്തെ പ്രാപിച്ചു മഹാരാജാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉത്കർഷത്തെ പ്രാപിച്ചു കൊണ്ടിരിക്കണ ആ വൃന്ദാവനനാഥനായ ആ ഉണ്ണികൃഷ്ണനെ, ബലരാമനെ ഗോപസ്ത്രീകളോടും യശോദമ്മയോടും എല്ലാവരോടും കൂടി നമുക്ക് ദൂരത്തു നിന്ന് വീണ് നമസ്കരിച്ചും കൊണ്ട് വാക്കുകൾ, സമയം ധാരാളമായി, വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സജ്ജനങ്ങളുടെ ഇതുപോലെയുള്ള ഒരു നല്ലൊരു അവസരത്തിൽ നമുക്ക് സജ്ജനങ്ങൾ പറയുമ്പോഴാണ് ഭഗവാന്റെ കഥകൾ അനുസ്മരിക്കാൻ പറ്റണത്. അതിൻ്റെ ആ സന്തോഷം സജ്ജനങ്ങളുടെ മുമ്പിലും ശ്രീ മഹാഗണപതിയുടെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒക്കെ മുമ്പിൽ സമർപ്പിച്ചും കൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.